नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്ന് HSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഭ്രമർ ഗീത് കാ മൂൽ പ്രേരണ സ്രോത് कौन सा पुराण है? ഓപ്ഷൻസ് ശ്രീമദ് ഭാഗവത് പുരാൺ, നാരദ് പുരാൺ, ശിവപുരാൺ, ഹരിവംശ പുരാൺ. ഉത്തർ വരുന്നത് ശ്രീമദ് ഭാഗവത് പുരാൺ. അടുത്ത ചോദ്യം സുമേലിത് കീജിയെ. അതിനായിട്ട് തന്നേക്കുന്നത് ഉപന്യാസം ഉപന്യാസകാറുമാണ്. അതിൽ ഉപന്യാസുകൾ തന്നേക്കുന്നത് തമസ്, ഗുണാഹോ കാ ദേവത, മൈല അഞ്ചൽ, സാര ആകാശ്. ഉപന്യാസകാർ തന്നേക്കുന്നത് രാജേന്ദ്ര യാദവ്, ഭീഷ്മ സാഹിനി, ധർമ്മവീർ ഭാരതി, ഫണീശ്വർനാഥ്, രേണു. ആൻസർ നോക്കാം. തമസ് ഭീഷ്മ സാഹിനിയുടേതാണ്. ഗുണാഹോ കാ ദേവത ധർമ്മവീർ ഭാരതിയുടേത്. അതേപോലെ തന്നെ മൈല അഞ്ചൽ ഫണീശ്വർനാഥ്, രേണു, സാര ആകാശ് രാജേന്ദ്ര യാദവിൻ്റെ ഉപന്യാസ്. അടുത്ത ചോദ്യം നിമ്ന में से जातिवाचक संज्ञा कौन सा है? ഓപ്ഷൻസ് ചീൻ, രേഗിസ്ഥാൻ, ഗംഗ, റാം. ഇതിൽ കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് രേഗിസ്ഥാനാണ്. അടുത്തത് നിമ്ന में से विशेषण शब्द कौन सा है? ഓപ്ഷൻസ് അലസത, ആലസ്യ, ആലസി, ആലസീപ്പൻ. കറക്റ്റ് ആൻസർ ആലസി ആണ്. അടുത്ത ചോദ്യം निम्नलिखित वाक्यों में किसमें संप्रदान कारक का प्रयोग हुआ है? ऑप्शंस राजा ने गरीबों को अनाज दिए. അടുത്ത ഓപ്ഷൻ मेरा घर स्टेशन से बहुत दूर है. അടുത്ത ഓപ്ഷൻ राम घर पर सो रहा है. നെക്സ്റ്റ് വൺ लड़का खेल रहा है. കറക്റ്റ് ആൻസർ വരുന്നത് രാജാനെ ഗരീബോं को अनाज दिए. അടുത്ത ചോദ്യം നിമ്നലിഖിത വാക്യോं में कौन कौन से वाक्य सही है? ആദ്യത്തത് യാ രാ ലാ വാ അന്തസ്ത് വ്യഞ്ജൻ है. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യാ और വാ अर्धस्वर कहे जाते हैं. നെക്സ്റ്റ് ലാ ലുണ്ഠിത് മാനാ ജാता है. ഏതാണ് സഹി എന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സഭി വാക്യ സഹി ഹെ. അതായത് ഉപര്യുക്ത 3 വാക്യങ്ങളും കറക്റ്റാണ്. നെക്സ്റ്റ് ചോദ്യം നിമ്നലിഖിത में से डॉक्टर नगेंद्र का ग्रंथ कौन सा है? ഓപ്ഷൻസ് സാഹിത്യ ദർപ്പൺ, രസസിദ്ധാന്ത്, രസംഗരഞ്ജൻ, രസമീമാംസ. കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി രസസിദ്ധാന്താണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം निष्पत्ति का अर्थ अभिव्यक्ति किस आचार्य ने माना है? ऑप्शंस अभिनव गुप्त, मम्मट, लोलट और रुद्रड. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ അഭിനവ് ഗുപ്താണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ആശ്രയ की चेष्टाएं निम्न में से किस वर्ग में आती है? ഓപ്ഷൻസ് അനുഭാവ്, വിഭാവ്, സ്ഥായി ഭാവ്, ഉദ്ദീപൻ വിഭാവ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ അനുഭാവാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ MCQയിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.